ഹലോ ഗൈസ്, അപ്പോൾ ഇതാ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഉള്ളൊരു തീരുമാനമാണ് ബിരിയാണി ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ ഉള്ളി അരിഞ്ഞു, തക്കാളി, പച്ചമുളകും, ഇഞ്ചി, വെളുത്തുള്ളി. പച്ചമുളക് ഉമ്മാണ് മിക്സിയിലാണല്ലോ അരയ്ക്കായി. ഇങ്ങനെ കുത്തി വെറുതെ ഒന്ന് ഈ സാധനത്തിനോട് കുത്തി വെറുതെ ഒന്ന് ഒതുക്കി വെച്ച് ഇച്ചോറോടെ ആക്കി വെച്ചിട്ട് ചിക്കൻ ഇതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മസാല ഉണ്ടാക്കാനായിട്ട് വലിയൊരു ചെമ്പാണ് അടുപ്പത്ത് വെച്ചത്. നമ്മൾ കണ്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതാ ഇങ്ങനെ വാട്ടി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വേറെ ഏതോ ടൈപ്പിൽ ഇട്ടിട്ടുണ്ടാക്കും, ഞാൻ ഇങ്ങനെ ഉണ്ടാക്കൽ കുറേ വീഡിയോ ഉണ്ട് ഉണ്ടാക്കും. അപ്പോൾ എന്താ ഫസ്റ്റ് നമുക്ക് ഇത് രണ്ടും ഇട്ട് കൊടുക്കാം. പിന്നെ മിക്സ് ചെയ്യാം. നമ്മൾ കുളിക്കാൻ പോവാണ്. ഞാൻ കുറച്ച് സിമ്മിലാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് വാടി വരട്ടെ. അപ്പം അതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു. അതാ ഗൈസ്, ഉള്ളി ഒന്നും ആവുന്നില്ല, വാടിയിട്ട് തന്നെ കുറേ നേരം കഴിച്ചിട്ട് ഞാൻ ഈ തക്കാളി ഇട്ട് കൊടുക്കണം. തീരെ ക്ഷമയില്ലാത്തതുകൊണ്ട് വേഗം തക്കാളി ഇട്ട് കൊടുക്കണം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതവിടെ കിടന്ന് വാടട്ടെ, അതുവരെ നമുക്ക് അവിടെ പൊരിക്കാം. കുറേ നേരമായി ഞാൻ വാട്ടുന്നു, പക്ഷേ നല്ലോണം അങ്ങ് വാടുന്നില്ല. അപ്പോൾ ഇനി മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം വാടിക്കോളും, ചിക്കൻ കിടന്നേരം റെഡിയാവും. ഫസ്റ്റ് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്താണ്. നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ അതായി കഴുകി വെച്ചിട്ടുള്ള ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പം എന്താ ഇതിനി ഇവിടെ മൂടി വെച്ച് കൊടുക്കുക. ഇതിനി ചിക്കൻ വെന്തോട്ടെ. കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം എന്താ ഒക്കെ റെഡിയായി വരുന്നുണ്ട്. ഇനി ദമ്മിടണം. അപ്പം എന്താ ഇവിടെ ചിക്കൻ്റെ മസാല, ബിരിയാണിക്കുള്ള മസാല ആയിട്ടുണ്ട്. അപ്പം എന്താ ഇനി എന്താ ദമ്മിടണം. അതിനായിട്ട് വായ വെട്ടി വെച്ചിങ്ങനെ എന്താ വായൻ്റെ എല്ലാം മുറിക്കുകയാണമ്മ. എന്താ ഇതാ ഫസ്റ്റ് ലെയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻസ് വേണം. അപ്പോൾ ഇതാ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക മുകളിൽ. പിന്നെ കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക. എന്താ വലിയ ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, സിമ്പിളായിട്ടാണ്. ഉള്ളിയൊന്നും പൊരിച്ചിട്ടില്ല. അപ്പം അത് ദമ്മിടട്ടോ വെച്ചിട്ടുണ്ട്. ഇതായിട്ടപ്പോൾ മോള് കഴിച്ചില്ല, ഇപ്പോഴും ഉറങ്ങാണ്. ഗൈസ്, അപ്പോൾ ഇതാ ഒരു കോരിയരി തരി. എന്താ ചോറ് റെഡി ആയിരിക്കുന്ന മസാല താഴെ.
രസമുണ്ടോ? ആ ഇപ്പൊ കുഴപ്പമില്ലാതെ രസമുണ്ട് പറഞ്ഞല്ലേ രസമുണ്ടമ്മ അടിപൊളി മതിയോ? ടേസ്റ്റിനോട് ഫുള്ള് പഠിച്ചു തന്നില്ലേ അജു? നല്ല ടേസ്റ്റ് ഇല്ലേ? അങ്ങനല്ല പറയണ്ടി, അങ്ങനല്ല പറയണ്ടി. ഒരു നിലത്തിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ബസാറിലായിരുന്നു സർജറി കഴിഞ്ഞുകൊണ്ട് നിലത്തിരിക്കുന്നത് അസമോക്ക് നിലത്തിരിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മളൊക്കെ നിലത്തായിരുന്നു. അപ്പം ഇത്ര ഉള്ള വീഡിയോ. ബിരിയാണി എല്ലാവരും വെച്ച് വെക്കാം. ഓരോരുത്തർ ഓരോ രീതിയിലേക്ക് വെക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. ബൈ ബൈ.